തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ മാനസിക വിഭ്രാന്തിയുള്ള മകൻ വീടിന് തീ കൊളുത്തി. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. ജിബിൻ ജെബി നൽകും കൂടുതൽ വിവരങ്ങൾ. ജിബിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ വീടിന് തീ വയ്ക്കുന്ന സമയത്ത് വീടിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്ന് രാത്രി 8:30 മണിയോട് കൂടിയാണ് ഈ കഴക്കൂട്ടം ചെമ്പഴന്തിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. മാനസിക വിഭ്രാന്തിയുള്ള മകനാണ് അമ്മയും മകനും വീട്ടിലുണ്ടായിരുന്ന സമയത്ത് വീടിന് തീയിട്ടത്. വീട് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. കഴക്കൂട്ടത്ത് നിന്നുള്ള ഫയർഫോഴ്സിന്റെ സംഘമെത്തിയാണ് ഈ വീടിന്റെ തീ അണച്ചത്. പക്ഷേ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് കനത്ത മഴ തിരുവനന്തപുരം നഗരത്തിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആരംഭിച്ച മഴയ്ക്ക് യാതൊരുവിധ ശമനവുമില്ല. ഈ മഴയത്തും പോകാൻ മറ്റൊരു ഇടമില്ലാതെ ഈ അമ്മ വീടിന് മുന്നിൽ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ഫയർഫോഴ്സ് സംഘം എത്തി വീട് ഈ തീ അണച്ചുവെങ്കിൽ പോലും ഈ അമ്മയെ കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറായിട്ടില്ല. ജനപ്രതിനിധികളോ അവിടെ എത്തിയ പോലീസോ മറ്റാരും തന്നെ ഈ അമ്മയെ വീട്ടിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ അമ്മ ഇപ്പോഴും ഒരു കൊടയും ചൂടിക്കൊണ്ട് വീടിന് മുന്നിൽ പൂർണ്ണമായി കത്തി നശിച്ച വീടിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. എങ്ങോട്ട് പോകുന്നില്ലാതെ ഇന്ന് രാത്രി അന്തി ഇറങ്ങാൻ പോലും ഒരു ഇടമില്ലാതെ അമ്മ മഴയത്ത് കാത്തിരിക്കുകയാണ്. അതിദാരുണമായ സംഭവമാണ് എന്തായാലും ഈ ചെമ്പഴന്തിയിൽ ഉണ്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് ഈ മകന് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാവണം ഈ മകൻ ഇപ്പോൾ വീടിന് തീയിട്ടതെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്തായിരുന്നാലും രണ്ടുപേരുടെയും ജീവൻ മറ്റ് പരിക്കുകളൊന്നും കൂടാതെ തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അമ്മ ഇപ്പോഴും മഴയത്ത് വീടിന് പുറത്ത് തന്നെ തുടരുകയാണ്. ജിബിൻ, അതായത് അമ്മ ഈ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു തീ വയ്ക്കുന്ന സമയത്ത്. ഇവർക്ക് മറ്റു ബന്ധുക്കൾ ആരുമില്ലേ? അഹിമ, നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അമ്മയും മകനും ഈ വീടിന് തീ കൊളുത്തുന്ന സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ മകൻ വീടിന് തീ കൊളുത്തിയത് അറിഞ്ഞ ഉടൻ തന്നെ അമ്മ മകനെയും കൂട്ടി പുറത്തേക്ക് പോയി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം. പക്ഷെ ഇവർക്ക് മറ്റു കാര്യമായ ബന്ധുക്കളൊന്നും തന്നെ ഈ പരിസരത്തില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടായിരിക്കണം ഇവർ മറ്റൊന്നും പോവാൻ തയ്യാറാകാത്തതും. എന്തായാലും ഈ അമ്മ ഇപ്പോഴും വീടിന് മുന്നിൽ തന്നെ തുടരുകയാണ്. ഈ മഴയത്ത് കനത്ത മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ മണിക്കൂറുകളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഴയത്തും അമ്മ വീടിന് മുന്നിൽ തന്നെ ഇരിക്കുകയാണ്. പോകാൻ മറ്റൊരു ഇടമില്ലാതെ. ജിബിൻ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ട്. അപ്പോൾ ഫയർഫോഴ്സ് എത്തുന്നതിന് മുൻപ് നാട്ടുകാരുടെ മേൽനോട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആരാണ് തീ പൂർണ്ണമായും അണച്ചത്? ഫയർഫോഴ്സ് എത്തിയ ശേഷം തന്നെയാണോ തീ പൂർണ്ണമായും അണക്കാൻ കഴിഞ്ഞത്? ഈ ഫയർഫോഴ്സ് സംഘം എത്തിയതിനു ശേഷമാണ് പൂർണ്ണമായി തീ അണയ്ക്കാൻ സാധിച്ചത്. ഇന്ന് വൈകിട്ട് രാത്രി 8:30 മണിയോട് കൂടിയാണ് ഈ മകൻ മാനസിക വിഭ്രാന്തിയുള്ള മകൻ വീടിന് തീയിട്ടത്. ആദ്യഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തകരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരുന്ന ഒരു വീടായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇതിനാണ് മകൻ തീയിട്ടത്. ആദ്യഘട്ടത്തിൽ നാട്ടുകാരാണ് വിവരമറിഞ്ഞ് സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ വീട് ആ സമയത്തേക്ക് പൂർണ്ണമായി ആളിക്കത്തുന്ന അവസ്ഥയിലായിരുന്നു നാട്ടുകാർ ഓടി എത്തുമ്പോഴേക്കും തന്നെ. തുടർന്ന് ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കഴക്കൂട്ടം പോലീസും കഴക്കൂട്ടത്തു നിന്നുള്ള ഫയർഫോഴ്സിന്റെ യൂണിറ്റും സ്ഥലത്തെത്തിയത്. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഫയർഫോഴ്സിന്റെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചത്. പക്ഷേ ഇവരൊക്കെ എത്തിയ സമയത്തേക്ക് തന്നെ ഈ വീട് പൂർണ്ണമായി കത്തി നശിച്ചിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തകരങ്ങളൊക്കെ കൊണ്ട് നിർമ്മിച്ച ഒരു വീടായിരുന്നു. ഒരു താൽക്കാലിക കെട്ടിടം പോലത്തെ ഒരു വീട്ടിലായിരുന്നു ഈ അമ്മയും മകനും താമസിച്ചിരുന്നത്. ഇവർക്ക് കാര്യമായ ബന്ധുക്കളൊന്നും തന്നെ സ്ഥലത്തില്ല എന്നും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമ്മ മറ്റൊരിടത്തേക്ക് പോകാൻ തയ്യാറാകാതെ ഇപ്പോഴും ഈ കത്തി നശിച്ച വീടിന് മുന്നിൽ തന്നെ ഈ ഒരു കുടയും ചൂടിയിരിക്കുന്ന ആ ഒരു ദൃശ്യം നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ അതിദാരുണമായ ഒരു ദൃശ്യമാണ്. കാരണം ഈ ഒരു സമയത്ത് കൊടും മഴയത്ത് ഇത്രയും പ്രായമുള്ള ഒരു അമ്മ ഈ 11:30 മണി സമയത്ത് ഒരു കുടയും ചൂടി വീടിന്റെ മുന്നിൽ ഇരിക്കുക എന്ന് പറയുന്നത് അവർക്ക് കയറി കിടക്കാൻ മറ്റൊരു ഇടമില്ലാത്തത് കൊണ്ടാണ്, വിശ്വസനീയമായി പോകാൻ മറ്റൊരു സ്ഥലമില്ലാത്തത് കൊണ്ടാണ്. അത്തരമൊരു കാഴ്ചയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും ഈ കഴക്കൂട്ടം ചെമ്പഴന്തിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റാരും നമുക്കറിയുന്ന ലഭിക്കുന്ന വിവരം അനുസരിച്ച് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അമ്മയെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം. കാരണം അമ്മ മാത്രമല്ല, അമ്മയോടൊപ്പം മാനസിക വിഭ്രാന്തിയുള്ള ഒരു മകനും കൂടിയുണ്ട്. അപ്പോൾ ഇവര് രണ്ടുപേരെയും ഇതുവരെയും അവിടെ നിന്ന് ആരും കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ദയനീയ കാഴ്ച എന്ന് പറയുന്നത്. ജിബിൻ, ജനപ്രതിനിധികൾ ആരും ഇതുവരെ ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ? നാട്ടുകാർ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ഹിമ, ഈ സംഭവം നടക്കുന്നത് രാത്രി 8:30 മണിയോട് കൂടിയാണ്. ഞാനിപ്പോൾ ഈ ജനപ്രതിനിധികളെ അവിടെയുള്ള അടുത്തുള്ളവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. ശരി, എന്തായാലും തിരുവനന്തപുരം ചെമ്പഴന്തിയിലാണ് മാനസിക വിഭ്രാന്തിയുള്ള മകൻ വീടിന് തീ കൊളുത്തിയത്. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. പക്ഷെ അതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വീട് പൂർണ്ണമായും കത്തി നശിച്ചതിന് ശേഷം ആ അമ്മയും മകനും ഇപ്പോൾ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് മറ്റ് ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. വീട് പൂർണ്ണമായും കത്തി നശിച്ചു. പോരാത്തതിന് പെരുമഴയും പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ എന്താണ് ചെയ്യുക എന്നറിയാതെ ഒരു കുടുംബം, 2 പേരടങ്ങുന്ന ഒരു കുടുംബം ഒറ്റപ്പെട്ടങ്ങനെ നിൽക്കുകയാണ്. ആരുടെയും സഹായം ഇതുവരെ എത്തിയിട്ടില്ല. ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്കും ഈ വിഷയം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം. ജിബിൻ ജെബിയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവച്ചത്.